ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഒരാഴ്ചയായിട്ടൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഏതാണ്ടൊരു കൺക്ലൂഷൻ പാർട്ടിലായിട്ടുണ്ട്. ഒന്നോ രണ്ടോ ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ മെയിനായിട്ട് നമ്മൾ 4 സ്റ്റെപ്പിൽ കൂടെയാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാറ്. ആദ്യം എന്ത് ചെയ്യും? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യും. പിന്നെ നോൺ കറണ്ട് അക്കൗണ്ട്സ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ നോൺ കറണ്ട് അക്കൗണ്ടുകളും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യണം. ഓർമ്മ കുറച്ചും ഒന്നൊക്കെ മറന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഓർമ്മ വരും. അപ്പം നമുക്ക് അതിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പ്രിപ്പയർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. Depreciation machinery 42,000, land 23,000, furniture 6,000. An old machine cost 40,000 was sold for rupees 32,000. 10,000 shares of rupees 10 each were issued at a premium of 10%. ഇതൊക്കെയാണ് തന്നിരിക്കുന്ന അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് തന്നിരിക്കുന്നത്. 3 ഐറ്റംസിൻ്റെ 3 ഫിക്സഡ് അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അതുപോലെ ഒരു ഓൾഡ് മെഷീൻ വിറ്റത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായ പ്രിപ്പറേഷൻ ഓഫ് നോൺ കറണ്ട് അക്കൗണ്ടുകളിലെ ഫിക്സഡ് അസറ്റിൻ്റെ ഒരു പ്രിപ്പറേഷൻ പഠിച്ചിരുന്നു. അതിൽ നമ്മൾ വിൽക്കുമ്പോഴത്തെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അവിടെ നോക്കേണ്ടതാണ്. ഓൾഡ് മെഷീൻ വിറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കമ്പനി 10,000 ഷെയർസ് 10 രൂപ വിലയുള്ള 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഇഷ്യൂ ചെയ്തേക്കുന്നത് അറ്റ് എ പ്രീമിയം ഓഫ് 10% ആണ്. ഇത്രയ്ക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ദെൻ ഒരു ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്. 2015-ലെയും 16-ലെയും ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് എമൗണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെ സ്റ്റെപ്പിലാണ് ആവശ്യമെന്ന്. ഷെയർ ക്യാപിറ്റൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നോൺ കറണ്ട് അക്കൗണ്ട് വരയ്ക്കാനാണ്. ഡിബഞ്ചേഴ്സ് നോൺ കറണ്ട് അക്കൗണ്ട്, ഷെയർ പ്രീമിയം നോൺ കറണ്ട് അക്കൗണ്ട്, ജനറൽ റിസർവ് എന്തുണ്ടായേക്കുന്നത് 25,000 എന്നുള്ളത് 40,000 ആയിട്ട് കൂടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് ആണ് നമ്മൾ എടുക്കേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ്. P&L അക്കൗണ്ട് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ തുടക്കത്തിൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽസ് ആണ്. ക്രെഡിറ്റേഴ്സ് നമ്മൾ കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ ഷെഡ്യൂളിൽ നോക്കണം. പ്രൊപ്പോസൽ ഡിവിഡൻഡ് നമ്മൾ ഏതിലാണ് എടുക്കേണ്ടത്? പ്രൊപ്പോസൽ ഡിവിഡൻഡിനെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പ്രപ്പോസൽ ഡിവിഡൻഡ് തന്നിട്ടുണ്ടെങ്കിൽ 2 വർഷത്തെ പ്രപ്പോസൽ ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ പ്രപ്പോസൽ ഡിവിഡൻഡ് ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ടും ഈ വർഷത്തെ പ്രപ്പോസൽ ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇതിൽ 2015-ലെയും 16-ലെയും തന്നിട്ടുണ്ട്. അതിൽ 15-ലത്തെ എമൗണ്ട് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് എടുക്കേണ്ടത് 30,000-ഉം. ദെൻ 16-ലത്തെ എമൗണ്ട് ആയ 40,000 എടുക്കേണ്ടത് പ്രപ്പോസൽ ഡിവിഡൻഡ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് രണ്ടും 2 സ്റ്റെപ്പിലായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രപ്പോസൽ ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ ഏത് സ്റ്റെപ്പിൽ എടുക്കണം? പ്രപ്പോസൽ ഡിവിഡൻഡ് ആയ 40,000 നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ഡിവിഡൻഡ് പെയ്ഡ് ആയ 30,000 കഴിഞ്ഞ വർഷത്തെ പ്രപ്പോസൽ ഡിവിഡൻഡാണ് ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് വരാൻ ഞാൻ നേരത്തെ പറഞ്ഞു. അത് നമ്മൾ എവിടെ എടുക്കണം? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ സൈഡിൽ എടുക്കണം. ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. പ്രപ്പോസൽ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ 2 വർഷത്തെ പ്രപ്പോസൽ ഡിവിഡൻഡ് തന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ തൊട്ട് മുമ്പത്തെ വർഷത്തെ പ്രപ്പോസൽ ഡിവിഡൻഡ് ആണ് ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 2015-ലത്തെ 30,000 രൂപയാണ് 2016-ലത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ സൈഡിൽ എഴുതേണ്ടത്. ഓക്കെ. ദെൻ 2016-ലത്തെ പ്രപ്പോസൽ ഡിവിഡൻഡ് എമൗണ്ട് ആയ 40,000 ഇക്കൊല്ലത്തെ പ്രൊവിഷൻ അല്ലെങ്കിൽ പ്രപ്പോസൽ ഡിവിഡൻഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിക്കും വേണം. ഓക്കെ. ഇനി ഒന്നുകൂടിയും അത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ദെൻ അസറ്റ് സൈഡിൽ നോക്കുക. ലാൻഡ് അക്കൗണ്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ അക്കൗണ്ട് വരയ്ക്കണം. മെഷീനറി അക്കൗണ്ട് വരയ്ക്കണം. ഫർണിച്ചർ അക്കൗണ്ട് വരയ്ക്കണം. ദെൻ ഇൻവെൻട്രി കറണ്ട് അസറ്റ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ. ഡെപ്റ്റേഴ്സ് ഫസ്റ്റ് സ്റ്റെപ്പ്, ക്രെഡിറ്റേഴ്സും ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. അപ്പോൾ ഇത്രയ്ക്ക് ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റുകൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്കിനി പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങാം. ഷെഡ്യൂൾ വരയ്ക്കാം. ഷെഡ്യൂൾ വരയ്ക്കാൻ പ്രൊഫോമൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
5 കോളംസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് കോളം പെർട്ടിക്കുലർ, സെക്കൻഡ് കോളം 2 വർഷങ്ങൾ, പ്രീവിയസ് ഇയറും കറണ്ട് ഇയർ ആണ്. പ്രീവിയസ് ഇയറോടെ വന്നിരിക്കുന്നത് 2015 കറണ്ട് ഇയർ 16 ആണ്. ദെൻ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും, അങ്ങനെ മൊത്തം നമ്മൾ 5 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ കോളത്തിൽ എ എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ്സ് എഴുതുക. ക്വസ്റ്റ്യനിൽ 3 കറണ്ട് അസറ്റ്സ് ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് 3 എഴുതുക. ഏതൊക്കെയാണ്? ഇൻവെൻട്രി വരും, ഡെപ്റ്റേഴ്സ് വരും, ക്യാഷ് വരും. അത് 3 എഴുതുക. 2 വർഷത്തിൻ്റെയും എമൗണ്ടുകൾ തെറ്റിക്കാതെ എടുത്തെഴുതുക. ഇനി എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് അത് ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കറണ്ട് അസറ്റ്സ് കിട്ടും. ഈ 3 ഐറ്റംസും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2015 1,30,000 കിട്ടും. ദെൻ 16 1,48,000 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ കിട്ടി. ദെൻ ബി എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലയബിലിറ്റി എഴുതുക. അതിന് താഴത്ത് ക്രെഡിറ്റേഴ്സിന് എഴുതുക. ക്രെഡിറ്റേഴ്സ് 25 ക്രെഡിറ്റേഴ്സ് എമൗണ്ട്, നമുക്ക് ആകെ ക്രെഡിറ്റേഴ്സ് മാത്രം കറണ്ട് ലയബിലിറ്റി ആയിട്ടുള്ള പ്രപ്പോസ്ഡ് വേണ്ട നമ്മൾ ഇവിടെ എല്ലാം എടുക്കുന്നത്. അപ്പോൾ ആകെ ക്രെഡിറ്റേഴ്സ് മാത്രമുള്ള 25,000ഉം 20,000ഉം എഴുതി. ദെൻ നമ്മൾ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി എഴുതി 25,000ഉം 20,000ഉം എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. എ മൈനസ് ബി എന്ന് കണ്ടുപിടിക്കുക. അത് 1,30,000 നിന്ന് 25,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 2015 1,05,000 കിട്ടും. ദെൻ 16 1,48,000 നിന്ന് 20,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,28,000 കിട്ടും. അപ്പോൾ 2 വർഷത്തിനും വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുക. 1,05,000 എന്നുള്ളത് 1,28,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഡി എന്ന് പറഞ്ഞിട്ട് എന്തെന്ന് എഴുതണം? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് ആയ 23,000 നമ്മൾ എവിടെ എഴുതണം? ഏത് കോളത്തിലാണ് ഷോർട്ടേജ് ആ കോളത്തിൽ എഴുതുക. അപ്പോൾ നോക്കുമ്പോൾ 2015 കോളത്തിലാണ് ഷോർട്ടേജ്. അവിടെ 1,05,000 ഉള്ളൂ, അപ്പുറത്ത് 1,28,000 ഉണ്ട്. അപ്പോൾ 2015 കോളത്തിലാണ് ഷോർട്ടേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കോളത്തിൽ 23,000 എന്ന് എഴുതാം. പിന്നെ ഇവിടെ നമ്മൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതിയത് കൊണ്ട് അവിടെ എന്തെന്ന് ഏത് കോളത്തിൽ എഴുതാം? ഡിക്രീസ് കോളത്തിൽ ഈ എമൗണ്ട് തന്നെ എഴുതുക. ദാറ്റ് ഈസ് 23,000 നമ്മൾ ഡിക്രീസ് കോളത്തിലും എഴുതി. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ടാസ്ക് കഴിഞ്ഞു. കറണ്ട് അസറ്റുകൾ എഴുതി, കറണ്ട് ലയബിലിറ്റികൾ എഴുതി, വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് കണ്ടുപിടിച്ചു. ഇനി ഓരോ കറണ്ട് അസറ്റിൻ്റെയും ഇൻക്രീസും ഡിക്രീസും കണ്ടുപിടിക്കണം. ഇൻവെൻട്രി 80,000 നിന്ന് 1,10,000 ആയിട്ട് കൂടി. കറണ്ട് അസറ്റ് ആയാൽ കൂടിയാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ ഡിഫറൻസ് എമൗണ്ട് ആയ 30,000 എഴുതി. ഡെപ്റ്റേഴ്സ് 40,000 എന്നുള്ളത് 33,000 ആയിട്ട് കുറഞ്ഞു. കറണ്ട് അസറ്റ് ആയാൽ കുറഞ്ഞാൽ ഡിഫറൻസ് എമൗണ്ട് ആയ 7,000 നമ്മൾ ഏത് കോളത്തിൽ എഴുതണം? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ എഴുതണം. ഓക്കെ, ദെൻ ക്യാഷ് 10,000 എന്നുള്ളത് 5,000 ആയിട്ട് കുറഞ്ഞു. കറണ്ട് അസറ്റ് ആയാൽ കുറഞ്ഞാൽ ഡിഫറൻസ് എമൗണ്ട് ആയ 5,000 ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ എഴുതണം. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റുകൾ കഴിഞ്ഞു. ദെൻ കറണ്ട് ലയബിലിറ്റി ക്രെഡിറ്റേഴ്സ് ആണ് 25,000 എന്നുള്ളത് 20,000 ആയിട്ട് കുറഞ്ഞു. കറണ്ട് ലയബിലിറ്റി ആയതുകൊണ്ട് കുറഞ്ഞാൽ ഡിഫറൻസ് എമൗണ്ട് ആയ 5,000 ഏത് കോളത്തിൽ എഴുതണം? ഓപ്പോസിറ്റ് ചിന്തിക്കണം കേട്ടോ. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കോളത്തിലാണ് എഴുതേണ്ടതായിട്ട് വരിക. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും കഴിഞ്ഞു. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, ഷെഡ്യൂൾ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ദെൻ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. നോൺ കറണ്ട് അക്കൗണ്ട്സുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ആദ്യം പ്രിപ്പയർ ചെയ്യാനുള്ളത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പോൾ അക്കൗണ്ട് വരയ്ക്കുക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി അതിൽ നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസസ് എല്ലാ ലൈബിലിറ്റികൾക്കും ഓപ്പണിംഗ് ബാലൻസസ് ക്രെഡിറ്റും ക്ലോസിംഗ് ഡെബിറ്റും ആയിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഓപ്പണിംഗ് ഫിഗർ ആയ 5 lakhs എഴുതി. അപ്പോൾ തന്നെ ഡെബിറ്റ് സൈഡിലെ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് ആയ 6 lakhs ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തെങ്കിലും തന്നിട്ടുണ്ടോ നോക്കുക. അപ്പോഴാണ് അഡീഷണൽ ഇൻഫർമേഷനിൽ എന്ത് തന്നിരിക്കുന്നത്? ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ദ കമ്പനി ഇഷ്യൂസ് 10,000 shares of ₹10 each at a premium of 10%. 10,000 നമ്പർ ഓഫ് ഷെയർസ് 10 രൂപ വെച്ച്. അപ്പോൾ എത്രയായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവുക? അത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ പ്രീമിയം ഇവിടെ കാണിക്കാനായിട്ട് പാടില്ല. കാരണം അത് ഒരിക്കലും ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരില്ല. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ ഷെയർ പ്രീമിയത്തിൻ്റെ ബാലൻസിങ് ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന പേരിൽ എത്രയേ വരുള്ളൂ? 10,000 രൂപയ്ക്ക് 10 രൂപ വെച്ചിട്ട് 10,000 ഷെയർസിന് 10 രൂപ വെച്ചിട്ട് 1,00,000 രൂപയാണ് നമ്മുടെ കമ്പനിയിലേക്ക് വരിക. അപ്പോൾ നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഷെയർസ്
കൂടുന്നു. എല്ലാ കറണ്ട് ലൈബിലിറ്റികളും കൂടുമ്പോൾ ഏതൊരു സൈഡിലാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. കാരണം എല്ലാ കറണ്ട് ലൈബിലിറ്റികൾക്കും ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അത് കൂട്ടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, കുറയ്ക്കണമെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിലത്തെ ഷെയർസ് കൂടാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂട്ടണമെങ്കിൽ, ഷെയർസ് എന്ന് പറയുന്നത് ലൈബിലിറ്റി ആണ്, അത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് കൊടുക്കണം. ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ 10,000 × 10. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രീമിയം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരില്ല. നമ്മൾ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട്, ഷെയർ പ്രീമിയം അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് 1 lakh മാത്രം എഴുതാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് വരുന്നില്ല, ടാലി ആയിപ്പോയി. 6 lakhs വെച്ചിട്ട് രണ്ട് സൈഡും ടോട്ടലായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ അക്കൗണ്ട് കഴിഞ്ഞു. അടുത്ത് നമുക്ക് വരയ്ക്കാനുള്ളത് ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഷെയർ പ്രീമിയം അക്കൗണ്ട് വരയ്ക്കാം. ഷെയർ പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് സൈഡിലാണ് തന്നിരിക്കുന്നത്? ലൈബിലിറ്റി സൈഡിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എഴുതാം. എല്ലാ ലൈബിലിറ്റികളുടെയും ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 50,000 എന്ന് എഴുതാം. ക്ലോസിങ് അപ്പോൾ കറസ്പോണ്ടിങ് ഡെബിറ്റ് ബാലൻസിൽ വരും. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 60,000 എന്ന് എഴുതാം. ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നോക്കുമ്പോഴാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് തന്നത് 10% പ്രീമിയത്തിലാണ് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് 10% പ്രീമിയം എങ്ങനെ കാണാം? നമ്മൾ നേരത്തെ എത്ര എമൗണ്ട് ആണ് റേസ് ചെയ്തത്? 1,00,000 രൂപയാണ് നമ്മൾ മൊബിലൈസ് ചെയ്തത്. അതിൻ്റെ 10% പ്രീമിയം ആയിട്ട് മേടിക്കും ചെയ്തു. അപ്പോൾ 1 lakhന്റെ 10% എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ അതവിടെ എഴുതാം. ഷെയർ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ 1 lakhs × 10%, ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000 കിട്ടി. മനസ്സിലായില്ലേ? ആ ഷെയർ പ്രീമിയത്തിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്, അത് പോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് അഡീഷണൽ ഇൻഫർമേഷനിൽ ഒരു പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തേക്കുന്നത് പ്രീമിയത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പ്രീമിയത്തിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% ആണ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ റേസ് ചെയ്ത എമൗണ്ട് 1 lakh ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 1 lakhന്റെ 10% ആയ 10,000 ആണ് ഇവിടെ എഴുതേണ്ടതായിട്ട് വരിക. ഇനി എന്തുകൊണ്ട് ഇത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി? ഇതെന്ന് പറയുന്നത് ഷെയർ പ്രീമിയം എന്ന് പറയുന്നത് ഒരു ലൈബിലിറ്റി ആണ്. കാരണം അത് ലൈബിലിറ്റി സൈഡിലല്ല കാണിച്ചിരിക്കുന്നത്, അതൊരു ലൈബിലിറ്റി ആണ്. എല്ലാ ലൈബിലിറ്റികൾക്കും ആ ലൈബിലിറ്റികൾ കൂടിയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് കൊടുക്കണം. കുറഞ്ഞാലാണ് നമ്മൾ ഡെബിറ്റ് കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഷെയർ പ്രീമിയം കൂടാണ് ചെയ്തത്. പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ പേരിൽ നമുക്ക് പുതിയ പ്രീമിയം വരാനുണ്ടായത്. അപ്പോൾ നമ്മുടെ ലൈബിലിറ്റി കൂടി. അപ്പോൾ ഷെയർ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഷെയർ പ്രീമിയം എന്ന പേരിൽ കുറച്ച് കാശ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷെയർ പ്രീമിയം അക്കൗണ്ട് കൂടി. ഷെയർ പ്രീമിയം എന്ന് പറയുന്നത് ലൈബിലിറ്റി ആണ്. അത് കൂട്ടണമെങ്കിൽ നമ്മൾ അതിനൊക്കെ എന്ത് കൊടുക്കണം? ക്രെഡിറ്റ് കൊടുക്കണം. അതുകൊണ്ടാണ് ഷെയർ പ്രീമിയം ഏത് സൈഡിൽ വന്നത്? ക്രെഡിറ്റ് സൈഡിൽ വന്നത്. അങ്ങനെ അത് 10,000 എഴുതി. ടാലി ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് ടാലി ആയിട്ട് 60,000 വന്നു. അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ട് അങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. വേറെ ബാലൻസിങ് ഫിഗറുകളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അടുത്ത് നമുക്ക് വരയ്ക്കാനുള്ളത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ വരയ്ക്കുക. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ലൈബിലിറ്റി ആണ്. എല്ലാ ലൈബിലിറ്റികൾക്കും ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് കൊടുക്കുക. അപ്പോൾ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 2 lakhs എഴുതുക ക്രെഡിറ്റ് സൈഡിൽ. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 2,50,000 ഡെബിറ്റ് സൈഡിലും എഴുതി. ഇനി വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഡിബഞ്ചേഴ്സിന് റിലേറ്റഡ് ആയിട്ടൊന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് ടാലി ചെയ്യാം. ടാലി ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വരുന്നത്. ഒരു ലൈബിലിറ്റിക്ക് ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എപ്പോഴാണ് ലൈബിലിറ്റിക്ക് ക്രെഡിറ്റ് സൈഡിൽ എന്തെന്ന് എഴുതുക? ഒന്നല്ലെങ്കിൽ ഇഷ്യൂ, നമ്മൾ നേരത്തെ ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ പറഞ്ഞു പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മളത് ലൈബിലിറ്റി സൈഡിലാണ് എഴുതിയെന്ന് പറഞ്ഞു. കാരണം എല്ലാ ലൈബിലിറ്റികൾക്കും ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അത് കൂടുക എന്നതിൻ്റെ അർത്ഥം ക്രെഡിറ്റ് നമ്മൾ കൂടുതൽ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നത് 50,000 രൂപയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ വർഷം 50,000 rupees വർത്തുള്ള ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ബ്രാക്കറ്റിലെ ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് 50,000 എഴുതി. മനസ്സിലായില്ലേ? നമ്മൾ രണ്ട് ഓപ്പണിങ്ങും ക്ലോസിങ്ങും പോസ്റ്റ് ചെയ്തു. ബാലൻസിങ് ഫിഗർ കണ്ടുപിടിച്ചു വന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ഏത് ക്രെഡിറ്റ് സൈഡിലായ ഏത് ലൈബിലിറ്റി ആയാലും ക്രെഡിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വന്നാൽ അതിൻ്റെ അർത്ഥം ആ ലൈബിലിറ്റി കൂടിയിട്ടുണ്ടാവും. ഡിബഞ്ചർ എന്ന് പറഞ്ഞ ലൈബിലിറ്റി കൂടുന്ന ആകെ ഒരു മാർഗ്ഗമുള്ള എന്താണ്? പുതിയ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ എഴുതുക ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാലൻസിങ് ഫിഗർ 50,000 ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ,
അപ്പോൾ നമ്മുടെ ലയബിലിറ്റി സൈഡിലത്തെ എല്ലാ ഐറ്റംസും കഴിഞ്ഞു. ഇനി നമുക്ക് അസറ്റ് സൈഡ് നോക്കാം. അവിടെ ആദ്യം വരുന്നത് മെഷീനറി അക്കൗണ്ട് ആണ്. അപ്പോൾ ആ അക്കൗണ്ട് വരയ്ക്കാം. മെഷീനറി അക്കൗണ്ട് എന്ന് വരച്ചു. എല്ലാ അസറ്റുകളുടെയും ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ അങ്ങനെ എഴുതാം. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ആയ 4,60,000 എന്ന് എഴുതി. അപ്പോൾ തന്നെ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് ആയ 5,40,000 ക്രെഡിറ്റ് സൈഡിലും എഴുതി. അപ്പോൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടോ അതൊക്കെ എഴുതണം. ഏറ്റവും ആദ്യം തന്നിരിക്കുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എത്ര തന്നിരിക്കുന്നത്? 42,000 ആണ് തന്നിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ ഏത് സൈഡിൽ എഴുതണം? നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറ്? ബാലൻസ് ഷീറ്റൊക്കെ വരയ്ക്കുമ്പോൾ ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് അസറ്റിൻ്റെ എമൗണ്ടിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യും. അതിനർത്ഥം അപ്പോൾ നമ്മൾ ആ എമൗണ്ട് അത്രയ്ക്ക് കുറച്ച് കാണിക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ അതിപ്പോൾ അതേ റിസൾട്ട് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. നമ്മൾ ആ എമൗണ്ട് എത്രയാണോ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തത് അത്രയ്ക്ക് എമൗണ്ട് നമ്മൾ കുറയ്ക്കണം. എല്ലാ അസറ്റുകളുടെയും ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. ആ ഡെബിറ്റ് ബാലൻസ് ഉള്ള അസറ്റുകൾ കുറയ്ക്കണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം, അല്ലേ? നേരത്തെ കൂട്ടണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, കുറയ്ക്കണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഏത് സൈഡിൽ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ആയ 42,000 എഴുതി. മനസ്സിലായില്ലേ? എല്ലാ അസറ്റുകളുടെയും ഓപ്പണിംഗ് ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. അത് കൂടിയാൽ നമ്മൾ ഏത് സൈഡിൽ എഴുതും? ഡെബിറ്റ് സൈഡിൽ എഴുതും. കുറയ്ക്കാനായിട്ട് നമ്മൾ ഏത് സൈഡിലാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ അത്ര എമൗണ്ട് വെച്ചിട്ട് ആ അസറ്റ് കുറയ്ക്കാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 42,000 എഴുതി. ഡെൻ പിന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു അസറ്റ് വിറ്റ കാര്യം, ഒരു മെഷീനറി വിറ്റ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 40,000 റുപ്പീസ് വർത്തുള്ള മെഷീനറി വിറ്റേക്കണത്. ആൻ ഓൾഡ് മെഷീൻ കോസ്റ്റ് ₹40,000 വാസ് സോൾഡ് ഫോർ ₹32,000. 40,000 രൂപ വിലയുള്ള മെഷീനറി വിറ്റേക്കണത് എത്ര രൂപയ്ക്കാണ്? 32,000 റുപ്പീസിനാണ്. നമ്മൾ അന്ന് ഫിക്സഡ് അസറ്റിൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസറ്റ് വിറ്റിട്ട് എന്താണ് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ എമൗണ്ട് എന്ത് ചെയ്യണം? അസറ്റിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിൽ നിന്നുണ്ടാകുന്ന ലോസ് ആണോ പ്രോഫിറ്റ് ആണോ നോക്കുക. ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. അന്ന് നമ്മുടെ ടേബിളൊക്കെ വരച്ചിട്ട് അറ്റ് കോസ്റ്റിലാണോ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ ആണോ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോ അക്കൗണ്ടുകൾ വരയ്ക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മളിപ്പോൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് അറ്റ് റിട്ടേൺ ഡൗൺ അറ്റ് കോസ്റ്റ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, കാരണം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കത് ചെയ്യണ്ട. ഇത് ആകെ 2 അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുള്ള 40,000 രൂപ വിലയുള്ള മെഷീനറി വിറ്റേക്കണത് 32,000 രൂപയ്ക്ക്. അപ്പോൾ നമുക്ക് എത്രയാണ് ക്യാഷ് റെസിപ്റ്റ്? വിറ്റ വരവിൽ നമുക്ക് എത്ര കാശ് കിട്ടി? 32,000 രൂപ കിട്ടി. അങ്ങനെയുള്ള വരവുകളൊക്കെ നമ്മൾ കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 32,000 എന്ന് എഴുതാം. മനസ്സിലാവാനായിട്ട് ബ്രാക്കറ്റിൽ എഴുതാം ക്യാഷ് ഫ്രം സെയിൽ. പിന്നെ അടുത്ത് നമ്മൾ എന്താ നോക്കേണ്ടത്? ഈ വിറ്റത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ? 40,000 രൂപ വിലയുള്ളത് 32,000 രൂപയ്ക്ക് വിറ്റു. ലോസ് ഓഫ് ₹8,000 ആണ്. ലോസ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എന്തെന്ന് പറഞ്ഞിട്ട്? P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ നമുക്ക് നഷ്ടമായതുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യാം. P&L അക്കൗണ്ട് എന്ന് എഴുതാം. ബ്രാക്കറ്റിൽ ലോസ് ഓൺ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 8,000 എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 അഡ്ജസ്റ്റ്മെൻറ്റുകൾ കഴിഞ്ഞു. ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ, എല്ലാ ഡിപ്രീസിയേഷനും എല്ലാ ഫിക്സഡ് അസറ്റിനും ഡിപ്രീസിയേഷൻ കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. പിന്നെ നമ്മൾ എന്ത് കാണിച്ചു? ആ വിറ്റതിൻ്റെ 2 അഡ്ജസ്റ്റ്മെൻറ്റ് കാണിച്ചു. ഒന്ന്, നമ്മൾ ഈ അസറ്റ് വിറ്റത് കൊണ്ട് നമുക്ക് വന്ന ക്യാഷ് ഇൻകം റെക്കോർഡ് ചെയ്യുക. അതുപോലെ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ നോക്കുക. ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ ബാലൻസിങ് ഫിഗർ എവിടെ വന്നിരിക്കുന്നത്? ഡെബിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ലയബിലിറ്റികൾക്കൊക്കെ ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വന്നപ്പോൾ ക്യാഷ് വന്നു, ഇഷ്യൂ എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ നമ്മൾ അസറ്റുകൾക്ക് ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ് കൂടിയിരിക്കുന്നു, അല്ലേ? നേരത്തെ ലയബിലിറ്റികൾക്ക് ക്രെഡിറ്റ് സൈഡിൽ വന്നപ്പോൾ ആ ലയബിലിറ്റി കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അസറ്റുകളുടെ ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ്
കൂടിയിട്ടുണ്ട്. അപ്പോൾ അസറ്റ് എന്ത് ചെയ്യണം? ആ അസറ്റിൻ്റെ പേർച്ചേസ് നടന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് എഴുതണം? പേർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എഴുതുക. എമൗണ്ട് നമുക്ക് കിട്ടുന്നത് 1,62,000 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ 6,22,000 കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം ഈ ഒരു സ്റ്റെപ്പ്. മെഷീനറി അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് കൂടിയിട്ടുണ്ട്. ഓപ്പണിങ് ക്ലോസിങ് പോസ്റ്റ് ചെയ്യുക, ഡിപ്രീസിയേഷൻ പോസ്റ്റ് ചെയ്യുക, വിറ്റ മെഷീനറിയുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ 2 പോസ്റ്റ് ചെയ്യുക, ദെൻ ബാലൻസിങ് ഫിഗർ കണ്ടുപിടിക്കുക. ഡെബിറ്റ് സൈഡ് ആയതുകൊണ്ട് പേർച്ചേസ് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത് നമുക്ക് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഓർഡർ ഒന്ന് തെറ്റിയിട്ടുണ്ടെന്നാലും കുഴപ്പമില്ല, ഓർഡറിൽ ചെയ്യണമെന്നൊന്നുമില്ല. ലാൻഡ് അക്കൗണ്ട് വരയ്ക്കാം. ലാൻഡ് അക്കൗണ്ട് അസറ്റാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് കൊടുക്കുക, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് കൊടുക്കുക. ബാലൻസ് ബ്രോഡ് ഡൗൺ 2,90,000, ബാലൻസ് ക്യാരി ഡൗൺ 3,83,000. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ അതിൽ ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ നേരത്തെ പറഞ്ഞോണം, ഫിക്സഡ് അസറ്റുകൾക്ക് ഡിപ്രീസിയേഷൻ വന്നാൽ ആ എമൗണ്ട് വെച്ച് കുറയ്ക്കണം. എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 23,000 എഴുതാം. പിന്നെ അതിൻ്റെ വിറ്റതും വരവൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിനി വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. നമുക്ക് ടോട്ടൽ ചെയ്യുക, ടാലി ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിൽ എന്ത് കിട്ടി? ബാലൻസിങ് ഫിഗർ കിട്ടി. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ കിട്ടുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ അസറ്റ് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ ഡെബിറ്റ് സൈഡിൽ വന്നത്. ആ അസറ്റ് കൂടാതെ എങ്ങനെയാണ് അത് പേർച്ചേസ് ചെയ്യുമ്പോൾ? അപ്പോൾ പേർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ബാലൻസിങ് ഫിഗർ 1,16,000 എഴുതി. ടോട്ടൽ 4,06,000 രണ്ട് സൈഡിലും എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ലാൻഡ് അക്കൗണ്ട് ആയിട്ട് വരുന്നത്. നമുക്ക് ബാലൻസിങ് ഫിഗർ പേർച്ചേസ് ഓഫ് ലാൻഡ് വന്നിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിലായതുകൊണ്ടാണ് പേർച്ചേസ് ആയത്. ഓക്കെ, അടുത്ത് നമുക്ക് വരയ്ക്കാനുള്ളത് ഫേർണിച്ചർ അക്കൗണ്ട് ആണ്. അതും ഇതുപോലെ ഒരു ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതുക, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ബാലൻസ് ബ്രോഡ് ഡൗൺ 60,000, ബാലൻസ് ക്യാരി ഡൗൺ 74,000. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ അതിനും ഡിപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ട്. ഡിപ്രീസിയേഷൻ വേണമെങ്കിൽ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, 6,000 എഴുതി. വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. ടോട്ടൽ ചെയ്യുമ്പോൾ ബാലൻസിങ് ഫിഗർ അതിനും ഏതിൽ തന്നെ കിടക്കുന്നത്? ഡെബിറ്റ് സൈഡിലാണ് കിടക്കുന്നത്. എല്ലാ അസറ്റുകൾക്കും ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ് കൂടിയിരിക്കുന്നു. എങ്ങനെയാണ് അസറ്റ് കൂടുക? പേർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ പേർച്ചേസ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ബാലൻസിങ് ഫിഗർ എഴുതുക. ഡിഫറൻസ് എമൗണ്ട് എത്രയാണ് കിട്ടുക? 20,000 ആണ് കിട്ടുക. ടാലി ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് 80,000 കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തായിട്ടും കിട്ടി? പേർച്ചേസ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് 20,000 നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടി. ഇനി നമുക്ക് നോൺ കറണ്ട് അക്കൗണ്ടുകളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. എന്താണ്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. 3 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. പെർട്ടിക്കുലർ, എമൗണ്ട്. ആദ്യം എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? പ്രോഫിറ്റ് ഫോർ ദി ഇയർ നമ്മൾ കണ്ടുപിടിക്കണം. അതെവിടെ നിന്നാണ് കിട്ടുക? ബാലൻസ് ഷീറ്റിൽ P&L അക്കൗണ്ട് തന്നിട്ടുണ്ട്. ആ P&L അക്കൗണ്ട് 2 വർഷത്തിന് ഡിഫറൻസ് എമൗണ്ട് കണ്ടുപിടിക്കണം. 1,10,000ഉം 1,35,000ഉം. ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്? ഡിഫറൻസ് എമൗണ്ട് വരുന്നത് 25,000 ആണ്. അപ്പോൾ പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് 25,000 ഔട്ടർ കോളത്തിൽ എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യണം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യണം. നോക്കുക, ആദ്യം നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഉള്ളിൽ നോക്കാം എന്തൊക്കെയാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന്. നമ്മൾ നേരത്തെ ബാലൻസ് ഷീറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ റിസർവിൻ്റെ അവിടെ 3 എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ട്രാൻസ്ഫർ ടു റിസർവ് വന്നിട്ടുണ്ട്. എത്ര എമൗണ്ട് ആണ്? 15,000 ആണ് ട്രാൻസ്ഫർ ടു റിസർവ് ആയിട്ട് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ്? 25,000 എന്നുള്ളത് 2015 25,000 ആയിരുന്നു. അത് 16 ആയപ്പോൾ എത്രയായിട്ട് മാറി? 40,000 ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡിഫറൻസ് എമൗണ്ട് ആയ 15,000 നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറഞ്ഞിട്ട് 15,000 എഴുതി. ഇനി വേറെ ഐറ്റംസ് ഒന്നുമില്ല. ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ 2 സ്റ്റെപ്പുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കിനി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കാം. 3 ഡിപ്രീസിയേഷനുകൾ വന്നിട്ടുണ്ട്. അത് 3ഉം എടുത്തെഴുതണം. കാരണം ഡിപ്രീസിയേഷൻ ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തില്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും നമ്മുടെ ബിസിനസ്. അപ്പോൾ അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അത് 3ഉം എടുത്തെഴുതുക. ലാൻഡിൻ്റെ 23,000, മെഷീനറി 42,000, ഫർണിച്ചർ 6,000 എഴുതി. ഇനി അടുത്ത ഏതാണ്? ഒരു പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, അവിടെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ആ ബാലൻസ് ഷീറ്റിൽ ഒരു പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് കിടക്കുന്നുണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഒരിക്കലും എടുത്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് നോക്കണം. അതെന്താ ചെയ്തിരിക്കുന്നത്? നമ്മുടെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഡിസ്കഷൻ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. 2 വർഷത്തെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് ഇയറിലത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ് ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് നമ്മൾ ഏത് സ്റ്റെപ്പിൽ കാണിക്കേണ്ടത്? 4ാമത്തെ സ്റ്റെപ്പിൽ കാണിക്കേണ്ടത്. ഈ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഈ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആയിട്ട് തന്നെ 3ാമത്തെ സ്റ്റെപ്പിൽ കാണിക്കുക. അപ്പോൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ വർഷത്തെ എമൗണ്ട് ആയ 40,000 എഴുതി. ഓക്കെ,
ഇനി എന്തെങ്കിലും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ടോ എന്ന് നോക്കിയാൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു മെഷീനറി വിറ്റ കാര്യം പറയുന്നുണ്ട്. ആ മെഷീനറി വിറ്റത് എന്താണ്, അവിടെ 2 അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരണം. രണ്ടും ഒരു സ്ഥലത്ത് വന്നു. ഏതാണ് 32,000 വന്നു. അതുപോലെ ലോസ് ഓഫ് 8,000 അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഏതിൽ കണ്ടുപിടിച്ചു, നോൺ കറണ്ട് അക്കൗണ്ട് വരച്ചപ്പോൾ, മെഷീനറി അക്കൗണ്ട് വരച്ചപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന എല്ലാ ഐറ്റംസിനും 2 അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്ന് 2 സൈഡിൽ നമ്മൾ കാണിക്കണം. അപ്പോൾ ഇനി അടുത്തത് എവിടെയാണ് കാണിക്കേണ്ടത്, ഒന്ന് വരവാണ്, ഇൻഫ്ലോ ആണ്. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കാണിക്കാം, സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് കാണിക്കാനായിട്ട് പറ്റും. ഇനി 8,000 എന്താണ്, ലോസ് ആണ്, അതൊരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, അതിവിടെ കാണിക്കണം. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് 8,000 കാണിക്കണം. അത് നമ്മൾ അന്ന് പ്രൊഫോമ പഠിച്ചപ്പോൾ എഴുതിയിട്ടുണ്ട്, ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു മെഷീനറി വിറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോസ് എന്തായിട്ട് കാണിക്കണം, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. പ്രോഫിറ്റ് ആണെങ്കിൽ അത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ട് കാണിക്കും വേണം. അപ്പോൾ എഴുതാം ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി 8,000. ഇനി വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഷെയറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, അത് ടോട്ടൽ ചെയ്യുക. വേറെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അത് 25,000 ആഡ് ചെയ്ത് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എത്ര കിട്ടി, 1,59,000 ആണ് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് ആകെ ഒരു ഐറ്റമുള്ള പുതുതായിട്ട് വന്നേക്കുന്നത് ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. ക്വസ്റ്റ്യനിൽ ഒരു മെഷീനറി വിറ്റ് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് എടുക്കുക. അതേസമയം പ്രോഫിറ്റ് ആണെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ബിസിനസ് മെഷീനറി വിൽക്കലും വാങ്ങലും അല്ല. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമായാലും നഷ്ടമായാലും അത് ഏത് തന്നെയാണ്, നോൺ ഓപ്പറേറ്റിംഗ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രൊഫോമ വരയ്ക്കുക, സോഴ്സസ് ഓഫ് ഫണ്ട്, അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് വരയ്ക്കുക. നമ്മൾ തുടക്കത്തൊട്ട് വരച്ച ഓരോ അക്കൗണ്ടുകൾ നമുക്ക് എടുക്കാം. ആദ്യം നമ്മൾ വരച്ചത് ഷെഡ്യൂളാണ്. അതിൽ നമുക്ക് എന്ത് കിട്ടി, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് കിട്ടിയത്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എഴുതേണ്ടത് അപ്ലിക്കേഷൻ സൈഡിലാണ് 23,000 എഴുതി. പിന്നെ നമ്മൾ വരച്ചത് ഏതാണ്, ഷെയർ ക്യാപിറ്റലാണ്. അതിൽ പ്രത്യേകിച്ച് ബാലൻസിങ് ഫിഗറുകളൊന്നുമില്ല, അപ്പോൾ അത് വേണ്ട. തന്നെ നമ്മൾ വരച്ചത് ഷെയർ പ്രീമിയം അക്കൗണ്ട് ആണ്. അതിലും ബാലൻസിങ് ഫിഗർ ഇല്ല, അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ വരച്ച ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ആണ്. അവിടെ ബാലൻസിങ് ഫിഗർ വന്നിട്ടുണ്ട്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇഷ്യൂ ചെയ്യുമ്പോൾ, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ക്യാഷ് വന്നു. അപ്പോൾ ഇതിൽ എഴുതണം, സോഴ്സസ് ഓഫ് ഫണ്ടിൽ 50,000 എഴുതി. പിന്നെ നമ്മൾ വരച്ചത് മെഷീനറി അക്കൗണ്ട് ആയിരുന്നു. മെഷീനറി അക്കൗണ്ടിലെ 2 അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരും. അല്ല, 2 അഡ്ജസ്റ്റ്മെൻറ്റ്, ബാലൻസിങ് ഫിഗർ ആദ്യം നോക്കാം, അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ നോക്കാം. ബാലൻസിങ് ഫിഗർ നോക്കുമ്പോൾ നമുക്ക് പെർച്ചേസ് ഓഫ് മെഷീനറിയാണ് വന്നിരിക്കുന്നത്. പെർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ക്യാഷ് പുറത്തേക്ക് പോവാണ്. അപ്പോൾ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 1,62,000 എഴുതി. ദെൻ അടുത്ത് പിന്നെ വരച്ചത് ലാൻഡ് ആണ്. അതിൻ്റെ ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നത് പെർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടാണ്. പെർച്ചേസ് ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അപ്ലിക്കേഷൻ സൈഡിൽ 1,60,000 എഴുതി. പിന്നെ വരച്ചത് നമ്മൾ ഫർണിച്ചർ ആണ്. അതിൻ്റെയും ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നത് പെർച്ചേസ് എന്ന് പറഞ്ഞിട്ടാണ്. പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകണു. അപ്പോൾ അപ്ലിക്കേഷൻ ആണ് 20,000 എഴുതി. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടി 1,59,000. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എഴുതേണ്ടത് സോഴ്സസിൻ്റെ സൈഡിലാണ്. നമുക്ക് കാശ് വരാണ് ചെയ്തത്. അപ്പോൾ 1,59,000 എഴുതി. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും വരച്ചു കഴിഞ്ഞു. ഇനി നോക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഐറ്റംസ് വരുന്നുണ്ടോ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അവിടെ എടുക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ വർഷത്തെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ് ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ്. അത് നമ്മൾ ഈ വർഷത്തെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ അപ്ലിക്കേഷനായിട്ട് കാണിക്കണമെന്ന് ഞാൻ തുടക്കം തൊട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെവിടെ എഴുതണം, ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ആയ 30,000 എഴുതി. ഈ വർഷത്തെ എമൗണ്ട് നമ്മൾ നേരത്തെ 3ാമത്തെ സ്റ്റെപ്പിൽ ഓൾറെഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഉള്ളിലത്തെ ഐറ്റംസ് കഴിഞ്ഞു. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് എല്ലാത്തിനും ഡബിൾ എഫക്റ്റ് വന്നു നോക്കാം. എല്ലാ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും നമ്മൾ നോൺ കറണ്ട് അക്കൗണ്ടിലും എടുത്തു, അതുപോലെ 3ാമത്തെ സ്റ്റെപ്പിലും എടുത്തു. പിന്നത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്, മെഷീനറി വിറ്റതാണ്. മെഷീനറി വിറ്റ എമൗണ്ട് 32,000 അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ മെഷീനറി അക്കൗണ്ടിൽ മാത്രം എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ എവിടെ എടുക്കണം, ഇവിടെ എടുക്കണം. കാരണം നമുക്ക് മെഷീനറി വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് വന്നു. അപ്പോൾ എന്താണ്, സെയിൽസ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് 32,000 സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ എഴുതണം. മനസ്സിലായില്ലേ? മെഷീനറി വിറ്റു, അത് നമുക്ക് ലാഭത്തിലായാലും നഷ്ടത്തിലായാലും എത്ര രൂപ കിട്ടിയിട്ടുണ്ട്, 32,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ക്യാഷ് നമ്മുടെ കമ്പനിയിലേക്ക് വന്നു. അപ്പോൾ സോഴ്സസ് ഓഫ്
ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ എത്ര രൂപയ്ക്കാണോ വിറ്റത് അത് എഴുതുക. ദാറ്റ് ഈസ് 32,000. ഓക്കെ. പിന്നെ അതിൻ്റെ പ്രോഫിറ്റ് ലോസ് നമ്മൾ രണ്ട് സ്ഥലത്ത് കൺസിഡർ ചെയ്തു. ഒന്ന് അക്കൗണ്ടിലും വരച്ചു, ഒന്ന് പിന്നെ നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ പിന്നെ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? ഷെയറിൻ്റെ ഇഷ്യൂ. നമ്മൾ ഷെയറിൻ്റെ ഇഷ്യൂ എവിടെ മാത്രം എടുത്തിട്ടുള്ളൂ? അക്കൗണ്ടുകൾ വരയ്ക്കുമ്പോൾ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോഴും അതുപോലെ ഷെയർ പ്രീമിയം അക്കൗണ്ടുകൾ വരയ്ക്കുമ്പോഴും മാത്രം എടുത്തിട്ടുള്ളൂ, വേറൊരു സ്ഥലത്തും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ സൈഡിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് 1 lakhും എഴുതാം. അതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടിയും കിട്ടുന്നുണ്ട്? ഷെയർ പ്രീമിയം കൂടിയും കിട്ടുന്നുണ്ട്. അത് നമുക്കുള്ള വരവ് തന്നെയാണ്, നമ്മുടെ കമ്പനിയിലേക്ക് ക്യാഷ് വരിക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെയർ പ്രീമിയം എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് 10,000 എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും എഴുതി. ഈ ഓർഡറിലാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ നമ്മുടെ വരച്ചിട്ടുള്ള അക്കൗണ്ടുകളിലത്തെ ബാലൻസ് ഫിഗേഴ്സ് പോസ്റ്റ് ചെയ്യുക. പിന്നെ ബാലൻസ് ഷീറ്റിൽ ഏതെങ്കിലും ഐറ്റംസ് എടുക്കാനുണ്ടോ നോക്കുക. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കിയിട്ട് വേണം നമ്മൾ ടാലി ചെയ്യാനായിട്ട്. നമ്മൾ ഇതിൽ ആ സ്റ്റെപ്പ് ചെയ്ത് എല്ലാതും അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ടാലി ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും നമുക്ക് എത്ര കിട്ടി? 3,51,000 വെച്ച് കിട്ടി. ഓക്കെ. അപ്പോൾ ഓർമ്മ ഒന്നെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. താങ്ക് യു.